ഹലോ നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ SHA കുറിച്ചിട്ട്, അതായത് നമ്മുടെ ഷാർജ ഹെൽത്ത് അതോറിറ്റിയുടെ എക്സാമിനെ കുറിച്ചിട്ട് വേണ്ടിയിട്ട് ഞാൻ അതിനെ കുറിച്ചിട്ട് ഒരു ഡീറ്റെയിൽസ് വൈസ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എങ്ങനെ അപ്ലൈ ചെയ്യാന്നുള്ളത്, എങ്ങനെ അപ്ലൈ കുറിച്ചിട്ടൊക്കെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും കുറേ പേർക്ക് ഡൗട്ടാണ്. അപ്പോൾ കുറേ സബ്സ്ക്രൈബർ കുറേ ഡൗട്ടുകളായിട്ട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ അജ്മാലിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ വേറൊരു സ്ഥലത്തിലേക്ക് മാറുമ്പോൾ ഷാർജയിലേക്ക് ജോലി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ SHA ആക്കണോ, ഇപ്പൊ നിലവിൽ MOH ആണ് ഉള്ളത് എന്നുള്ളത്. അത് നിങ്ങളുടെ കമ്പനി അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ക്ലിനിക്ക് അവരാണ്, അവരുടെ അണ്ടറിൽ നിങ്ങൾക്ക് ഒരു ലൈസൻസ് ഉണ്ടാവണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അതായത് കൺസേൺ ആയിട്ടുള്ള കമ്പനി അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ എന്ത് ക്ലിനിക്ക് അവരാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, അത് കൺവേർട്ട് ആക്കി തരുന്നത്, അത് ട്രാൻസ്ഫർ ചെയ്തിട്ട് അത് SHA ആക്കേണ്ടത്. നമ്മൾ അവിടെ നിന്ന് ഒന്നും ചെയ്യേണ്ട. എന്ന് വെച്ചാൽ നമ്മുടെ ലൈസൻസ് ആക്ടിവേറ്റ് ആക്കി തരും. നിങ്ങൾക്ക് എല്ലാവർക്കും UAE വർക്ക് ചെയ്യുന്ന നേഴ്സസിനൊക്കെ അറിയാൻ പറ്റും. നമ്മളിപ്പോൾ വൺസ് ഒരു എലിജിബിലിറ്റി എടുത്തതിന് ശേഷം അത് ലൈസൻസ് ആക്കി തരുന്നത് ഹോസ്പിറ്റൽ എവിടെ അല്ലെങ്കിൽ ക്ലിനിക്ക് അല്ലെങ്കിൽ ഹോം കെയർ, നമ്മൾ എവിടെയാണോ വർക്ക് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നത് അവരാണ് നമുക്ക് ലൈസൻസ് ആക്കി തരുന്നത്. അപ്പൊ അതിന് യാതൊരു ക്യാഷും നമ്മുടെ നിന്ന് ഈടാക്കാനോ കാര്യങ്ങളോ ഒന്നും പാടില്ല, ആസ് പെർ ദ ഗവൺമെന്റ് റൂൾ അനുസരിച്ചിട്ട്. അപ്പോൾ നിങ്ങളിപ്പോ അജ്മാലിന് നിങ്ങൾക്ക് ഇപ്പോ ഷാർജയിലാണ് ജോലി കിട്ടണമെങ്കിൽ ഉറപ്പായിട്ടും എവിടെയാണോ കിട്ടിയെങ്കിൽ അവർ നിങ്ങൾക്ക് എന്താക്കും, SHA ആക്കി തരും. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വേണ്ട ഡോക്യുമെന്റ്സ് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഞാൻ ഓൾറെഡി SHA വേണ്ട ഡോക്യുമെന്റ്സിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമുക്ക് ഗുഡ് സ്റ്റാൻഡിങ്, ആക്റ്റീവ് ആയിട്ടുള്ള ഗുഡ് സ്റ്റാൻഡിങ് വേണം. അതുപോലെ തന്നെ ഡാറ്റ ഫ്ലോ റിപ്പോർട്ട് വേണം. പിന്നെ നമുക്ക് ഡാറ്റ ഫ്ലോയുടെ റിപ്പോർട്ട് വേണം. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ കയറി ലൈസൻസ് ആക്കണമെങ്കിൽ നമ്മൾ ഇതെല്ലാം അവർക്ക് അത് സബ്മിറ്റ് ചെയ്യണം. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, കൊടുക്കുക. അവരത് നമുക്ക് എന്താവും, SHA ട്രാൻസ്ഫർ ചെയ്ത് തരും. നമ്മളൊന്നും ചെയ്യേണ്ട ഒരു കാര്യമില്ല. അപ്പൊ സബ്സ്ക്രൈബർ വെച്ചെന്ന് അജ്മാലിന് ഷാർജയിലേക്ക് കിട്ടി, അപ്പൊ ഞാൻ SHA ചെയ്യണം. അത് നിങ്ങൾക്ക് എവിടെയാണോ കിട്ടിയെങ്കിൽ അവർ നിങ്ങൾക്ക് ചെയ്തു തരും. വേണ്ട ഡോക്യുമെന്റ്സ് മാത്രം നിങ്ങൾ സബ്മിറ്റ് ചെയ്താൽ മാത്രം മതി കേട്ടോ. അതാണ് SHA കുറിച്ചിട്ട് കുറെ പേർക്കുള്ള ഡൗട്ട്. വേറൊരു സ്ഥലത്ത് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യും, നമ്മൾ തന്നെ ചെയ്യണോ, അത് ട്രാൻസ്ഫർ ചെയ്യണോ, അങ്ങനെയൊക്കെ കുറെ ഡൗട്ട് ഉണ്ടായിരുന്നു. അതാത് കമ്പനീസ് അല്ലെങ്കിൽ പേഴ്സൺ, അതായത് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ക്ലിനിക്കിലാണ് അത് ചെയ്യുന്നുണ്ട്. പിന്നെ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു MOH അതായത് MOHനെ കുറിച്ചിട്ട്, മിനിസ്ട്രി ഓഫ് ഹെൽത്തിനെ കുറിച്ചിട്ട്. അതായത് ഡാറ്റ ഫ്ലോ കഴിഞ്ഞു MOHന്റെ, അപ്പൊ ഇനി അടുത്തത് എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ വൺസ് ഒരു ഡാറ്റ ഫ്ലോ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തത് നിങ്ങൾ എക്സാമിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഡേറ്റ് എടുക്കുക, എന്നിട്ട് എക്സാം എഴുതുക. അപ്പൊ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എക്സാമിന് ഡേറ്റ് എടുത്തിട്ട് പിന്നെ എങ്ങനെയാണ് എലിജിബിലിറ്റി കിട്ടുക. അപ്പൊ നിങ്ങൾക്ക് എലിജിബിലിറ്റി കിട്ടണമെങ്കിൽ ആദ്യം നിങ്ങൾ എക്സാം കംപ്ലീറ്റ് ചെയ്ത് ഡാറ്റ ഫ്ലോ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്താക്കാൻ പറ്റുള്ളൂ, എലിജിബിലിറ്റിക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇതിനെ കുറിച്ചിട്ടൊക്കെ ഞാൻ ഡീറ്റെയിൽസ് വൈസ് വീഡിയോ ഇട്ടിട്ടുണ്ട്. എൻ്റെ പ്രീവിയസ് വീഡിയോസിലൊക്കെ പോയി കാണുവാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടി, അതായത് ഞാൻ സെപ്പറേറ്റ് ആയി അങ്ങനെയാണ് എലിജിബിലിറ്റി എടുക്കുക, എങ്ങനെയാണ് എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഡാറ്റ ഫ്ലോ ചെയ്യേണ്ടത്, ഇതിനെ കുറിച്ചിട്ടൊക്കെ ഞാൻ സെപ്പറേറ്റ് ആയിട്ടുള്ള വീഡിയോസുകൾ ഇട്ടിട്ടുണ്ട്. അപ്പൊ എൻ്റെ പ്രീവിയസ് വീഡിയോസ് ഒക്കെ പോയി കാണാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടി മച്ച് മോർ ഈസി ആയിരിക്കും. സോ നിങ്ങളിപ്പോൾ ഡാറ്റ ഫ്ലോ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് നിങ്ങൾ എക്സാം എഴുതിയിട്ടില്ലെങ്കിൽ, നമുക്ക് എക്സാം എഴുതിയിട്ട് ഡാറ്റ ഫ്ലോ കംപ്ലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഡാറ്റ ഫ്ലോ കഴിഞ്ഞിട്ട് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക, എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. അത് നമ്മുടെ കയ്യിലായിരിക്കുന്നത്. അപ്പോൾ സബ്സ്ക്രൈബർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി MOH ഡാറ്റ ഫ്ലോ കഴിഞ്ഞിട്ടുണ്ട്, എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എന്ത് ചെയ്യാം, നിങ്ങൾ അടുത്തത് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക, എന്നിട്ട് ഒരു ഡേറ്റ് എടുക്കുക. ഡേറ്റ് എടുത്തതിന് ശേഷം എക്സാം എഴുതി പാസ്സാവുക. പാസ്സായതിനു ശേഷം ആ ഒരു റിപ്പോർട്ടും ഈ ഒരു ഡാറ്റ ഫ്ലോ വെരിഫിക്കേഷൻ റിപ്പോർട്ടും എല്ലാം കൂടി വെച്ചിട്ട് എലിജിബിലിറ്റിക്ക് വേണ്ടിയിട്ട് കൊടുക്കുക. അങ്ങനെ വൺസ് എലിജിബിലിറ്റിക്ക് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് എലിജിബിലിറ്റി ലെറ്റർ കിട്ടും. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഏത് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഏത് എമിറേറ്റ്സിലാണ്, അതായത് ഇപ്പോൾ നമുക്ക് അജ്മാൻ, ഉമ്മുൽക്കോയിൻ, ഫുജറ അവിടെയൊക്കെ MOH വെച്ചിട്ട് നമുക്ക് ഇതാക്കാം. അപ്പൊ നിങ്ങൾ ചൂസ് ചെയ്യുക ഏത് എമിറേറ്റ്സിലാണെന്നുള്ളത്. എന്നിട്ട് എന്ത് ചെയ്യുക, വേക്കൻസിയിലേക്കൊക്കെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. വേക്കൻസി കാര്യങ്ങൾ അറിയണമെങ്കിൽ എൻ്റെ പേജ് നോക്കിയാൽ മതി. ഞാൻ ഡെയിലി വേക്കൻസി, അതായത് ന്യൂ വേക്കൻസികൾ വരുന്നത് ഞാൻ പോസ്റ്റ് ആയിട്ട് ഇടുന്നുണ്ട്. അപ്പൊ അതിലെല്ലാം കയറി അപ്ലൈ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്ത് ഇന്റർവ്യൂ കാര്യങ്ങളെല്ലാം കണ്ടക്ട് ചെയ്യുക കേട്ടോ. നിങ്ങൾ UAE ഉണ്ടെങ്കിൽ മച്ച് മോർ ഈസി ആയിരിക്കും നിങ്ങൾക്ക് ജോലി കിട്ടാനായിട്ട്. ശ്രമിച്ച ഉറപ്പായിട്ടും കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് മോർ റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും അറിയണമെങ്കിൽ ഉറപ്പായിട്ട് എനിക്ക് കമന്റ് ചെയ്യാൻ, ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇപ്പൊ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. SHA ഒരു വേറെ സ്ഥലത്തിലേക്ക് മാറുമ്പോൾ എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മളൊന്നും ബോധേഡാവേണ്ട ആവശ്യമില്ല. അതായത് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ക്ലിനിക്ക് അല്ലെങ്കിൽ കൺസേൺ ആയിട്ടുള്ള പേഴ്സൺ ആണ് നമുക്കത് ട്രാൻസ്ഫർ ചെയ്ത് തരുന്നത്.
ഇപ്പൊ നിങ്ങൾ ഓൺ ആയിട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, അതായത് നിങ്ങളിപ്പോ നിലവിൽ MOH എടുത്തിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ എവിടെയെങ്കിലും ജോലി കിട്ടുകയാണെങ്കിലും കുഴപ്പമില്ല, അത് നിങ്ങൾ പയ്യെ ചെയ്താൽ മതി. ഇപ്പൊ നിർബന്ധമായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എവിടെയും റൂൾസ് വന്നിട്ടില്ല, പയ്യെ പയ്യെ വരുന്നുള്ളൂ. പക്ഷെ എല്ലായിടത്തും തന്നെ ഇപ്പൊ പുതിയതായിട്ട് കയറുന്നവരാണെങ്കിൽ MOH ആണെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് അത് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു എലിജിബിലിറ്റി ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നിങ്ങളുടെ നിലവിലെ എല്ലാ കാര്യങ്ങളും ഡാറ്റ ഫ്ലോ കാര്യങ്ങൾ എല്ലാം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, MOH എന്നുള്ള എലിജിബിലിറ്റി നമുക്ക് SHA മാറ്റാൻ വേണ്ടി പറ്റും. അതും എളുപ്പമാണ്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇതൊക്കെയായിരുന്നു കുറെ സബ്സ്ക്രൈബർ ഈ MOH SHA കുറിച്ചിട്ടുള്ള ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ചെയ്യാൻ ഞാൻ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ. പിന്നെ ജോബ് വേക്കൻസിനെ കുറിച്ച് ജോബിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ജോബിന്റെ അപ്ലൈ ചെയ്യുന്ന ഈ മെയിൽ IDസോ കാര്യങ്ങളിനെ കുറിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഉറപ്പായിട്ടും കമന്റ് ചെയ്തിട്ട് ജോബ് എന്ന് പറഞ്ഞ് കമന്റ് ചെയ്താൽ മതി. ഞാൻ UAയിൽ ഒരുവിധമുള്ള HR മെയിൽ IDസുകളും കാര്യങ്ങളും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അയച്ചു തരാം. എന്നിട്ട് നിങ്ങൾ ഡെയിലി എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക കേട്ടോ. അപ്പൊ നിങ്ങൾ ആ മെയിൽ IDയിലേക്ക് നിങ്ങളുടെ CV സെൻഡ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് മോർ ചാൻസ് ടു ഗെറ്റ് ദ ജോബ് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരിക്കും. താങ്ക് യു.